നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഒല്ലൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മണ്ണുത്തിയിൽ CPI നേതാവ് CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. പെരുവനം ആറാട്ടുപുഴ പൂരം ഫെസ്റ്റിവൽ കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് ട്രസ്റ്റ് അഡ്വക്കേറ്റ് MP സുകുമാരൻ സ്മാരക പുരസ്കാരത്തിന് മേള പ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരെ തെരഞ്ഞെടുത്തു. സാമ്പത്തിക സാക്ഷരതാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ച് ഇസാഫ് ബാങ്ക്. ഒല്ലൂർ മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാജി J കോടങ്കണ്ടത്തിന്റെ വാഹന പ്രചരണ ജാഥയ്ക്ക് പുത്തൂരിൽ ആവേശകരമായ തുടക്കം. വാർത്തകൾ വിശദമായി. ഒല്ലൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മണ്ണുത്തിയിൽ CPI നേതാവ് CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ലോക രാഷ്ട്രീയത്തിൽ 50% വിപരീത സാഹചര്യമാണെന്നും ആ ഒഴുക്കിനെതിരെ നീന്തേണ്ട സ്ഥിതിയാണ് ഇടത് പുരോഗമന പ്രസ്ഥാനങ്ങൾക്കുള്ളതെന്നും CPI നേതാവ് CN ജയദേവൻ ഒല്ലൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മണ്ണുത്തിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും മുന്നണി നയിക്കുന്ന സർക്കാരിനെയുമെല്ലാം സാമ്രാജ്യത്വ ശക്തികൾ ഉന്നം വയ്ക്കുന്നില്ലെന്ന് പറയാനാകില്ല. ലോകാന്തരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന വികസനങ്ങളാണ് ഇടത് സർക്കാർ 10 വർഷക്കാലം നടത്തിയത്. എല്ലാ മേഖലയിലും കടന്നു ചെല്ലാനും ജനഹിതമനുസരിച്ച് വികസനങ്ങൾ നടത്താനും കഴിഞ്ഞ വ്യത്യസ്തമായ സർക്കാരാണ് ഇതെന്ന് മാലോകരെ കൊണ്ട് പറയിപ്പിച്ച LDF ഭരണത്തിന് തുടർച്ചയുണ്ടാകണം. പിണറായി വിജയൻ സർക്കാരിന്റെ യശസ് ഉയർത്തിക്കൊണ്ടുവരാൻ ഉജ്ജ്വലമായി പ്രവർത്തിച്ച മന്ത്രി എന്ന നിലയിൽ K രാജന് ഒല്ലൂരിലും വലിയ വിജയം ഉണ്ടാകണമെന്നും CN ജയദേവൻ പറഞ്ഞു. CPI മണ്ഡലം സെക്രട്ടറി PD റജി അധ്യക്ഷത വഹിച്ചു. ജീവൻ TV മാനേജിംഗ് എഡിറ്റർ PJ ആന്റണി, ഒളകര ഊരുമൂപ്പത്തി മാധവി, LDF നേതാക്കളായ MS പ്രദീപ് കുമാർ, T പ്രദീപ് കുമാർ, ബേബി നെല്ലിക്കുഴി, വർഗീസ് കണ്ടംകുളത്തി, ജോസുട്ടി തുടങ്ങിയവരും സംസാരിച്ചു. കടുത്ത ആരാധനകൊണ്ട് എങ്ങനെയെങ്കിലും മുന്നോട്ടേക്ക് മാറ്റി അതുമുതൽ ഇതുവരെ ഒല്ലൂരുടെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനങ്ങളോട് ഈ മണ്ഡലത്തിൽ മാറി മാറി വന്ന സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചേർന്ന് 2 തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയായി അങ്ങനെ ഉണ്ടായൊരു രാഷ്ട്രീയ ജീവിതമാണ് ഒല്ലൂരിലെ തോന്നുന്നത്. ഒരിക്കലും കൂടി രാജന് പറഞ്ഞത് 50%-ലധികം വിപരീത സാഹചര്യമാണ് രാഷ്ട്രീയ രംഗത്തുള്ളത്. ആ വിപരീതത്തെ ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ട് വേണം തീർച്ചയായിട്ടും നമുക്ക് കടന്നു കയറാൻ. 2 ദിവസം മുമ്പ് നിങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു തട്ടിത്തറയും വളരെ സിമ്പിളായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വ്യത്യസ്തമായി തെരഞ്ഞെടുപ്പിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിൽ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരള സംസ്ഥാനത്ത് നിലകൊള്ളുന്നു. ആ ഗവൺമെന്റിനെ ഞാൻ നാളെ താഴെയിടും എന്നൊരു പക്ഷേ ആ സമരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ പരാജയപ്പെട്ടാൽ നേരിടേണ്ടി വരിക തീരാ ദുഃഖങ്ങളായിരിക്കും, പ്രയാസങ്ങളായിരിക്കുമെന്ന് ആർക്കും സംശയമാണ്. ഞാൻ ഒരുപാട് കാലം 2ാം ലോകയുദ്ധം കഴിഞ്ഞ രാജ്യത്ത് പ്രത്യേകിച്ച് നേതൃത്വം കൊടുത്ത രാജ്യത്ത് ജർമ്മനിയിൽ പോയി താമസിക്കുന്നതാണ്. പെരുവനം ആറാട്ടുപുഴ പൂരം ഫെസ്റ്റിവൽ കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് ട്രസ്റ്റ് അഡ്വക്കേറ്റ് MP സുകുമാരൻ സ്മാരക പുരസ്കാരത്തിന് മേള പ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരെ തെരഞ്ഞെടുത്തു. 10,000 രൂപയാണ് പുരസ്കാരം. കൊച്ചിൻ ദേവസ്വം ബോർഡ് സഹകരിച്ച് വർഷം തോറും പൂരാഘോഷ കലാകാരന്മാർക്ക് നൽകിവരുന്ന പുരസ്കാരമാണിത്. പെരുവനം പൂരം ദിവസമായ 27 വൈകിട്ട് 6-ന് പെരുവനം ക്ഷേത്രാങ്കണത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ പുരസ്കാരം സമ്മാനിക്കും.
സാമ്പത്തിക സാക്ഷരതാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ച് ഇസാഫ് ബാങ്ക്. മാറിവരുന്ന സാമ്പത്തിക സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് കൃത്യമായ അവബോധവും സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും നൽകുക എന്ന ലക്ഷ്യത്തോടെ ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് സാമ്പത്തിക സാക്ഷരതാ പരിപാടി സംഘടിപ്പിച്ചു. റിസർവ് ബാങ്കിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രചരണ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങ് ഇസാഫ് ബാങ്ക് എംഡിയും സിഇഒയുമായ ഡോക്ടർ കെ പോൾ തോമസ് ഉദ്ഘാടനം ചെയ്തു. KYC സുരക്ഷിത ബാങ്കിങ്ങിനുള്ള ആദ്യ ചുവട് എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. 350-ലധികം ഇസാഫ് ബാങ്ക് ശാഖകളിൽ സാമ്പത്തിക സാക്ഷരതാ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു. സ്ത്രീകൾ, കർഷകർ, അതിഥി തൊഴിലാളികൾ, പ്രാദേശിക പ്രതിനിധികൾ എന്നിങ്ങനെ വിവിധ മേഖലകളിലുള്ള 4700-ലധികം ആളുകൾ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കെടുത്തു. യഥാസമയങ്ങളിൽ KYC വിവരങ്ങൾ പുതുക്കേണ്ടതിനെക്കുറിച്ചും ഓൺലൈനിൽ ഉൾപ്പെടെ നടക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ചും അന്യദേശ തൊഴിലാളികൾ സുരക്ഷിത ബാങ്കിംഗ് നടത്തേണ്ടതിനെക്കുറിച്ചും ക്ലാസിൽ ചർച്ച ചെയ്തു. സാമ്പത്തിക സാക്ഷരതാ കൌൺസിലർ സണ്ണി AP നേതൃത്വം നൽകി. റിസർവ് ബാങ്ക് പ്രതിനിധി ശ്രീകാന്ത്, നബാർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ സിബിർ ആന്റണി, ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ അജയ് EK, ഇസാഫ് ബാങ്ക് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമാരായ ബോസ്കോ ജോസഫ്, സുദേവ് കുമാർ, സസ്റ്റൈനബിൾ ബാങ്കിംഗ് ഹെഡ് സന്ധ്യ സുരേഷ് എന്നിവർ സംസാരിച്ചു. ഒല്ലൂർ മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ വാഹന പ്രചരണ ജാഥയ്ക്ക് പുത്തൂരിൽ ആവേശകരമായ തുടക്കം. ബുധനാഴ്ച വൈകിട്ട് പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് പ്രചരണം ആരംഭിച്ചത്. തുടർന്ന് പുത്തൂർ സെന്റർ, പടവരാട്, മരത്താക്കര, പുഴമ്പള്ളം, കുരിശുമൂല, പയ്യപ്പിള്ളിമൂല, പൊന്നൂക്കര, ചെറുകുന്ന്, വെട്ടുക്കാട്, മാന്നാമംഗലം, മരോട്ടിച്ചാൽ, ചെന്നായ്പാറ എന്നിവിടങ്ങളിൽ തുറന്ന ജീപ്പിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി. കോൺഗ്രസ് നേതാക്കളായ ജെയ്ജു സെബാസ്റ്റ്യൻ, ജോണി ചിറയത്ത്, സജീവൻ കുരീച്ചിറ, സിനോയ് സുബ്രഹ്മണ്യൻ, O ശോഭാചന്ദ്രൻ, ഷാജു തൊമ്മാന എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. നമ്മൾ കോൺഗ്രസുകാർ ഭാരതം നിർമ്മിച്ച നന്മകൾക്കൊപ്പം നടന്നു. നമ്മൾ കോൺഗ്രസുകാർ നാടിൻ ജനായത്ത ചിന്തകൾ ഊർജം പകർന്നു. നമ്മൾ കോൺഗ്രസുകാർ നാടിൻ ജനായത്ത ചിന്തകൾ ഊർജം പകർന്നു. നമ്മൾ കോൺഗ്രസുകാർ, നമ്മൾ കോൺഗ്രസുകാർ. ഒല്ലൂരിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിവുള്ള പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത് UDF സ്ഥാനാർത്ഥി ഇതായതുവഴി കടന്നു വരുന്നു. നിങ്ങളും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, പങ്കാളികളാകണമേ, വീതി ഒരുക്കണമേ. ഐക്യജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത് ഇതായതുവഴി കടന്നു വരികയാണ്. ഒരു നിയോജകമണ്ഡലത്തിലെ വോട്ടർമാരുടെ അനുഗ്രഹവും വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിവുള്ള പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത് UDF സ്ഥാനാർത്ഥി ഇതായതുവഴി കടന്നു വരുന്നു. നിങ്ങളും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, പങ്കാളികളാകണമേ, വീഡിയോണമേ. ഐക്യജനാധിപത്യ മുന്നണി തൃശൂരിലെ പൗരപ്രമുഖരെയും വ്യാപാര സ്ഥാപനങ്ങളിലും സന്ദർശനം നടത്തി NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ. NDA ക്യാമ്പിനെ ആവേശത്തിലാക്കി വിവിധ സ്ഥലങ്ങളിൽ സമ്പർക്കം നടത്തി.
പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ആവേശകരമായ സ്വീകരണം ലഭിക്കുന്നു. നാടിനെ അറിയുന്നവളാണ് താനെന്നും രാഷ്ട്രീയത്തിൽ ചതിക്കപ്പെട്ടപ്പോൾ കരുത്തായി കൂടെ നിന്ന ജനതയാണ് തൃശൂരിനെ വിശ്വാസമാണെന്നും പത്മജ പറഞ്ഞു. രാവിലെ ശങ്കരൻകുളങ്ങര ക്ഷേത്രം, ധനലക്ഷ്മി ബാങ്ക് ഹെഡ് ഓഫീസ്, പൂങ്കുന്നം ദേവാലയം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. തുടർന്ന് NDA നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. നേതാക്കളായ അഡ്വക്കേറ്റ് KR ഹരി, രഘുനാഥ് സി മേനോൻ, മനു പള്ളത്ത് എന്നിവരും കൂടെയുണ്ടായിരുന്നു. ഞാനിവിടെ തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. വളരെയധികം വിജയപ്രതീക്ഷയോടെയാണ് ഞാനിവിടെ വന്നത്. കാരണം ആളുകളെല്ലാം കാണുമ്പോൾ വളരെ സ്നേഹത്തിൽ പെരുമാറുകയും എന്നോട് സംസാരിക്കുകയും തീർച്ചയായിട്ടും ആ സ്നേഹം വോട്ടായി മാറുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഒല്ലൂർ UDF സ്ഥാനാർത്ഥി ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ റോഡ് ഷോയ്ക്ക് പാണഞ്ചേരിയിൽ വമ്പിച്ച വരവേൽപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂരിൽ നിന്ന് ജനവിധി തേടുന്ന UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനുശേഷം മണ്ഡലത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലും റോഡ് ഷോ സംഘടിപ്പിച്ചു. ഒല്ലൂരിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ഒല്ലൂരിലെയും പുത്തൂർ, നടത്തറ, പാണഞ്ചേരി എന്നീ പഞ്ചായത്തുകളിലെ നിരവധി പ്രദേശങ്ങളിൽ റോഡ് ഷോ നടത്തി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിക്ക് പുത്തൂർ പഞ്ചായത്തിലെ പര്യടനം പൂർത്തീകരിച്ചു. റോഡ് ഷോ പാണഞ്ചേരി പഞ്ചായത്തിലേക്ക് പ്രവേശിച്ചു. വിലങ്ങന്നൂർ സെന്ററിലെ ഇന്ദിരാഗാന്ധിയുടെ പ്രതിമയിൽ സ്ഥാനാർത്ഥി ഷാജി കോടങ്കണ്ടത്ത് മുല്ലപ്പൂമാലയും ഷാളും ചാർത്തി. തുടർന്ന് പീച്ചി, തെക്കേക്കുളം, വിലങ്ങന്നൂർ, കണ്ണാറ, ആൽപ്പാറ, പള്ളിക്കണ്ടം, കൂട്ടാല, മുടിക്കോട്, പാണഞ്ചേരി, ചെമ്പൂത്ര, പീച്ചി റോഡ്, പട്ടിക്കാട്, ചുവന്നമണ്ണ്, വാണിയമ്പാറ തുടങ്ങിയ മേഖലകളിൽ റോഡ് ഷോ നടത്തി. നേതാക്കളായ മണ്ഡലം പ്രസിഡന്റ് ബിനു KV, DCC എക്സിക്യൂട്ടീവ് അംഗം KC അഭിലാഷ്, ലീലാമ്മ ടീച്ചർ, മീനു ടീച്ചർ, KP ചാക്കോച്ചൻ, ബാബു തോമസ്, ഷിബു പോൾ, KP എൽദോസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജിഫിൻ ജോയ്, ഷൈജു കുര്യൻ, ജീസൺ സണ്ണി എന്നിവരും റോഡ് ഷോയെ അനുഗമിച്ചു. ഇതുവഴി കടന്നു വരുന്നു. നിങ്ങളും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, പങ്കാളികളാകണമേ. സത്യത്തിൻ കരുത്തുമായി സമരഭൂമി വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂമി ധീരരായി ശ്രീ ഷാജി ജെ കോടങ്കണ്ടത്ത് ഇതായി വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ഇതായത് വഴി കടന്നു വരിക. വാർത്തകൾ ഇനി ഇടവേളയ്ക്ക് ശേഷം. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG,
ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മണലൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ S ശ്യാമലക്ഷ്മിക്കാണ് പത്രിക സമർപ്പിച്ചത്. UDF ഒല്ലൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ ജോൺ അക്കര മെമ്മോറിയൽ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ ജോണി ചെറിയത്ത് അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറിമാരായ MP വിൻസെന്റ്, ജോസ് വള്ളൂർ, KB ശശികുമാർ, KV ദാസൻ, സുനിൽ അന്തിക്കാട്, CV കുര്യാക്കോസ്, PM ഏലിയാസ്, റോയ് പെരിഞ്ചേരി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ റിസൻ വർഗീസ്, KN വിജയകുമാർ, DCC സെക്രട്ടറിമാരായ സുന്ദരൻ കുന്നത്തുള്ളി, ജേജു സെബാസ്റ്റ്യൻ, സിജോ കടവിൽ, സജീവൻ കുരീച്ചിറ, TM രാജീവ്, ML ബേബി, KC അഭിലാഷ്, മണ്ഡലം പ്രസിഡന്റുമാരായ ഡേവിസ് ചക്കാലക്കൽ, സിനോയ് സുബ്രഹ്മണ്യൻ, ആന്റോ ചീനിക്കൽ, അനിരുദ്ധൻ, ബിനു, മുത്തു, മഹിളാ കോൺഗ്രസ് നേതാവ് ലീലാമ തോമസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു സേതുമാധവൻ, ബിനു ടീച്ചർ എന്നിവർ ആശംസകൾ അറിയിച്ചു. നടത്തറയിൽ പ്രത്യേകം സജ്ജമാക്കിയ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് MP വിൻസൻ ഉദ്ഘാടനം ചെയ്തു. 10 വർഷക്കാലമായി ഇന്ന് സമാപനത്തിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന്റെ ഭരണത്തെ തൂത്തെറിയാൻ ഈ നാട്ടിലെ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്? ഈ 10 വർഷം കൊണ്ട് നീതി ലഭിച്ച ഏതെങ്കിലും ഒരു വിഭാഗം ഈ കേരളത്തിലുണ്ട് എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. എല്ലാ വിഭാഗത്തിലും നീതികേട് മാത്രം സമ്പാദിച്ചു കൊടുക്കാൻ സാധിച്ച 10 കൊല്ലത്തെ പിണറായി വിജയൻ, അത് നിങ്ങൾ പരിശോധിച്ചാൽ ഏത് മേഖലയാകട്ടെ, കാർഷിക മേഖലയാകട്ടെ, വിദ്യാഭ്യാസ മേഖലയാകട്ടെ, സാമ്പത്തിക മേഖലയാകട്ടെ, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയാകട്ടെ, ഏത് മേഖലയിലെടുത്താലും അതിനെ മുഴുവൻ താറുമാറാക്കി കടന്നുപോയ ഒരു ഭരണമാണ് എന്ന് നമുക്കറിയാം. ഇന്ന് തിറവെള്ളാട്ട് മഹോത്സവത്തിനൊരുങ്ങി വാഴാനി തൊട്ടിക്ക് വളപ്പിൽ രുദ്രമാല വിഷ്ണുമായ ക്ഷേത്രം. മാർച്ച് 21 ശനിയാഴ്ച നടക്കുന്ന ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഭഗവതി, മുത്തപ്പൻ, കരിങ്കുട്ടി, വീരഭദ്രൻ, വിഷ്ണുമായ തുടങ്ങിയവരുടെ ഭീമൻ രൂപക്കളങ്ങളും കളമ്പാട്ടും വാദ്യമേള ഘോഷങ്ങളും ക്ഷേത്രത്തിലെത്തുന്നവർക്ക് ഭക്തിയുടെ പുതുതലം സമ്മാനിക്കും. ഗുരുവായൂർ മോഹൻജി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. കളമ്പാട്ടിന് സുനിൽ പെരിങ്ങോട്ടുകര നേതൃത്വം നൽകും. കൊണ്ടയൂർ വാസുവും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പക അരങ്ങേറും. പൂജകൾക്ക് ക്ഷേത്ര മഠാധിപതി TV സുരേഷ് സ്വാമി നേതൃത്വം നൽകും. ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ പേർക്കും വിപുലമായ അന്നദാനം ഒരുക്കിയിട്ടുണ്ട്. 22-ന് പുലർച്ചെ വടക്കുംവാതുക്കൽ ഭഗവതിക്ക് ഗുരുതി സമർപ്പണം നടത്തി നടയടയ്ക്കുന്നതോടെ ഈ വർഷത്തെ തിറവെള്ളാട്ട് മഹോത്സവത്തിന് സമാപനമാകും. ഉത്സവത്തിൽ പങ്കെടുക്കാൻ 100 കണക്കിന് ഭക്തരാണ് വാഴാനി വിഷ്ണുമായ ക്ഷേത്രത്തിൽ വർഷം തോറും എത്തിച്ചേരാനുള്ളത്.
ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ കേരള യുണൈറ്റഡ് FC സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ വുമൻസ് ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. മാർച്ച് 22 മുതൽ 30 വരെ നടക്കുന്ന ടൂർണമെന്റിൽ ഹോപ്സ FC, ഡൽഹി ക്രീഡാ പ്രബോധിനി, പൂനെ FC മഹാരാഷ്ട്ര, DKR ഫുട്ബോൾ അക്കാദമി തെലങ്കാന, കേരള യുണൈറ്റഡ് FC, കാസർഗോഡ് FC ആസാം എന്നീ ടീമുകൾ മത്സരിക്കും. ഉദ്ഘാടന ചടങ്ങിൽ IM വിജയൻ, CV പാപ്പച്ചൻ എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഡെന്നി ജേക്കബ്, സക്കറിയ കൊടുവേരി, കുര്യൻ മാത്യു, സോളി സേവ്യർ എന്നിവർ പങ്കെടുത്തു. പട്ടിക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. പൂരദിവസമായ വ്യാഴാഴ്ച പുലർച്ചെ 4-ന് പള്ളി ഉണർത്തൽ, 4:15-ന് നട തുറക്കൽ, 4:30-ന് നിർമാല്യം, 4:45-ന് അഭിഷേകം, 5-ന് ഗണപതി ഹോമം, 6-ന് ഉഷപൂജ, 7-ന് അഷ്ടപതി, 8 മുതൽ 11 മണി വരെ തിടമ്പേറ്റിയ 3 ഗജവീരന്മാരുടെയും പഞ്ചാരിമേളത്തിന്റെയും അകമ്പടിയോടെ ശീവേലിയും നടന്നു. 11:30-ന് ഉച്ചപൂജ, ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പൂരം എഴുന്നള്ളിപ്പ്, വൈകിട്ട് 7-ന് വിശേഷാൽ ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, പൂമൂടൽ, ശ്രീകോവിലിൽ സമ്പൂർണ്ണ നെയ്വിളക്ക്, രാത്രി 12-ന് 10-ന് പൂരമെഴുന്നള്ളിപ്പ്. ഇതോടെ പൂരത്തിന് പരിസമാപ്തിയാകും. ക്ഷേത്രം മേൽശാന്തി മനോജിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂരദിവസം ക്ഷേത്രാചാര ചടങ്ങുകൾ നടന്നത്. മറ്റൊരിടവേള. സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി,
ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. +2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു. കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840. വാർത്തകളിലേക്ക് വീണ്ടും. വാഹന അപകടത്തിൽ വിദ്യാർത്ഥിനി മരിച്ചു. ചൂണ്ടൽ പാറപ്പുറം ബസ് സ്റ്റോപ്പിന് സമീപം സ്കൂട്ടറിൽ ലോറി ഇടിച്ചാണ് വിദ്യാർത്ഥിനി മരിച്ചത്. തലക്കോട്ടുകര പള്ളിക്കുളം വീട്ടിൽ റാഫിയുടെ മകൾ ഫർസാനയാണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലായി വടക്കുന്നാഥൻ ക്ഷേത്ര മൈതാനത്തിൽ നടത്തിവരാറുള്ള തൃശൂർ പൂരം പ്രദർശനം മാർച്ച് 22-ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. ഏപ്രിൽ 26, 27 തീയതികളിലാണ് ഇക്കൊല്ലത്തെ പൂരം. പൂരപ്രദർശനം തിരുവമ്പാടി പാറമേക്കാവ് ദിവസങ്ങളുടെ ആഭിമുഖ്യത്തിലുള്ള പ്രദർശനമാണ്. സൂപ്പർ റിയാലിറ്റി 4D ഡോം തിയേറ്ററും ഇത്തവണത്തെ പ്രത്യേകതയാണ്. നിരവധി സ്വകാര്യ സ്ഥാപനങ്ങൾ പവലിയനുകൾ ഒരുക്കുന്നു. കുട്ടികൾക്കുള്ള വിനോദോപാധികളുടെ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് M. ജയചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ശ്രീവത്സൻ S. കുറുപ്പാൾ, അരവിന്ദാക്ഷൻ, സെക്രട്ടറി K. ദിലീപ് കുമാർ, ട്രഷറർ PV അരുൺ എന്നിവർ പങ്കെടുത്തു. പറവകൾക്കായി പാന സ്നാന പാത്രങ്ങൾ ഒരുക്കി റെഡ് ക്രോസ് കേഡറ്റുകൾ. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ റെഡ് ക്രോസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പറവകൾക്കായി വിദ്യാലയ അങ്കണത്തിൽ പാനപാത്രങ്ങൾ സ്ഥാപിച്ചത്. പ്രധാന അധ്യാപിക KS ജെൻസി ഉദ്ഘാടനം ചെയ്തു. അമ്പിളി പീറ്റർ പദ്ധതി വിശദീകരണം നടത്തി. കൌൺസിലർമാരായ PJ ജിൻസി, ജിംഷ ഇട്ടൂബ്, ജിജി തമ്പി എന്നിവർ പ്രസംഗിച്ചു. വരും ദിവസങ്ങളിൽ വീടുകളിലും പറവകൾക്കായി പാനപാത്രങ്ങൾ സ്ഥാപിക്കുമെന്ന് വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു. വിദ്യാർത്ഥികളായ KR കൃഷ്ണകാന്ത്, പ്രജ്വൽ C. പ്രബോധ്, അൽന റോസ് എന്നിവർ നേതൃത്വം നൽകി. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകപ്പെട്ടിരിക്കുകയാണ്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 3 വയസ്സുകാരി ദുബായിൽ ഫ്ളാറ്റിൽ നിന്ന് വീണ് മരിച്ചു. ഇരിങ്ങാലക്കുട ആസാദ് റോഡിൽ മഞ്ഞളി വീട്ടിൽ ഡിബിൻ ദേവസിയുടെ മകൾ ഹന്ന റോസ് ഡിബിനാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 6-നായിരുന്നു അപകടം. സഹോദരങ്ങളൊത്ത് കളിക്കുന്നതിനിടെ വരാന്തയിലെ ഗ്ലാസ് പൊട്ടി കുട്ടി താഴെ വീണു. ഡിബിനും കുടുംബവും ഷാർജയിലാണ് താമസം. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒല്ലൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മണ്ണുത്തിയിൽ CPI നേതാവ് CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. പെരുവനം ആറാട്ടുപുഴ പൂരം ഫെസ്റ്റിവൽ കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് ട്രസ്റ്റ് അഡ്വക്കേറ്റ് MP സുകുമാരൻ സ്മാരക പുരസ്കാരത്തിന് മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരെ തെരഞ്ഞെടുത്തു. സാമ്പത്തിക സാക്ഷരതാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ച് ഇസാഫ് ബാങ്ക്. ഒല്ലൂർ മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാജി J. കോടങ്കണ്ടത്തിന്റെ വാഹന പ്രചരണ ജാഥയ്ക്ക് പുത്തൂരിൽ ആവേശകരമായ തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.